സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ നിയമനങ്ങളും പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പുതിയ നിയമനങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ അഭിരുചിയും സേവന സന്നദ്ധതയും പരിശോധിക്കും. നിയമനങ്ങളിൽ പോലീസ് വെരിഫിക്കേഷൻ കർക്കശമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശിശുക്ഷേമ സമിതിയിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പുതുതായിട്ട് വരുന്ന നിയമനങ്ങളിൽ മാത്രമല്ല, നിലവിലുള്ളവർ കൂടി അവരുടെ കൂടി ഒരു പെർഫോമൻസ് ഈ പറഞ്ഞതുപോലെ അവർ നേരത്തെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഹോമുകളിൽ അറിയാമോ, അല്ലെങ്കിൽ NGOകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അറിയാമോ, ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കുകയും അതിൻ്റെ ആ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അഭിരുചിയുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള സമീപനമുണ്ട്, അവരുടെ ഇഷ്ടമുണ്ട്, ഈ ഒരു സേവനത്തോടുള്ള അവരുടെ ഒരു അർപ്പണമുണ്ട്. ഇതെല്ലാം അസസ് ചെയ്തുകൊണ്ട് തുടർച്ച തീരുമാനിക്കേണ്ടതാണ്. അതോടൊപ്പം പുതിയ നിയമനങ്ങൾ വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ഉണ്ടാകണം. അത് എക്സ്പേർട്സിൻ്റെ തന്നെ ഒരു നേതൃത്വത്തിൽ. നമ്മൾ ചില പ്രത്യേക ജോബുകൾക്ക് അങ്ങനെയുണ്ടല്ലോ, ഒരു ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുക, എന്താണ്, എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അത് ശാസ്ത്രീയമായി തന്നെ അത് ചിട്ടപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. അതെ, അപ്പോൾ ഒരു പോലീസ് വെരിഫിക്കേഷൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് നിർബന്ധിതമായിട്ട് ആ നിലയിൽ വേണം എന്നുള്ളത്. ശിശുക്ഷേമ സമിതിക്ക് ഇങ്ങനെയുള്ള ചില പ്രപ്പോസൽ അവർ സ്വയമായി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ പൊതുവെ ഇക്കാര്യത്തിൽ ഈ വകുപ്പിൻ്റെ കൂടി ഒരു ഡയറക്ടറേറ്റിൻ്റെ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആ നിലയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് മുന്നോട്ട് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും അഡീഷണൽ സെക്രട്ടറി ഡയറക്ടർ ആദ്യം വന്നിരുന്നു. അവർ അതിൽ മേലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറി എത്തിയത്. റിപ്പോർട്ട് പെട്ടെന്ന് കിട്ടും.